ഈ മാങ്ങാക്കാലം എന്ത് രസമാണല്ലേ, മാങ്ങാച്ചക്ക. അപ്പോൾ മാങ്ങാപ്പഴവും പച്ചമാങ്ങയും എല്ലാം നല്ലതാണ്. ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയോ, മാംഗോ റൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എന്ത് എണ്ണയിൽ വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ അരി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഇനം പച്ച അരി, സ്റ്റീം റൈസ് ആയാലും വിരോധമില്ല, എങ്ങനത്തെ റൈസ് ആയാലും വിരോധമില്ല. ഞാൻ അരി നേരത്തെ കുറച്ച് 1 കപ്പ് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോളൂ, ഇതിൽ ഉപ്പിട്ടിട്ടില്ല. ഇനി ഇതൊന്ന് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് ഓരോരോ ഐറ്റംസ് ആഡ് ചെയ്യുന്ന കണ്ടോളൂ. ആദ്യം മുളക്, ചുവന്ന മുളക് ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില, ഇട്ടു. ഇനി ഇടാൻ പോകുന്നത് എന്താണ്, ഞാൻ ഇതിന് മുമ്പേ ആഡ് ചെയ്യണം ജീരകം ആഡ് ചെയ്യണം. ജീരകത്തിൻ്റെ മണം ഇതിൽ നന്നായിട്ട് വേണം. അപ്പോൾ അതിപ്പോൾ ഇടയിലാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തു. നിങ്ങൾക്കിത് കടുക് ഇടുമ്പോൾ തന്നെ ഇടാം. പിന്നെ ആഡ് ചെയ്യുന്നത് എന്താ അറിയോ, കുറച്ച് നിലക്കടല, ഗ്രൗണ്ട് നട്ട് ഇട്ടു. പിന്നെന്താണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു നട്ടുണ്ട്, ഇതാണ് അണ്ടിപ്പരിപ്പ് ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ട് കളറ് വരണം. കാഷ്യൂനട്ട് ഒക്കെ നന്നായി ഒന്ന് ഒരു കളർ വരണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് കണ്ടോളൂ. ഞാൻ വെളുത്തുള്ളി നമുക്ക് എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 1 കപ്പ് റൈസ് ചെയ്തു. ഈ വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഈ വെളുത്തുള്ളിയുടെ മണം വളരെ നന്നായിട്ട് ഇതിൽ വരണം. നല്ല ചുവപ്പ് കളറായിട്ട് ഇതിലുണ്ടാവും. നല്ലോണം മൂക്കട്ടെ കേട്ടോ, എന്നാൽ മാത്രമേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല വെളുത്തുള്ളിയുടെ മണം വരണം. ഒരു ബ്രൗൺ കളറാണ് വെളുത്തുള്ളി. കരിയാൻ പാടില്ല, പക്ഷെ നല്ല വെളുത്തുള്ളിയുടെ നല്ല മണം വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു ബ്രൗൺ നിറമാക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നപ്പോൾ ഞാൻ ഈ മാംഗോ ഗ്രേറ്റ് ചെയ്തത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അതിനെ ആഡ് ചെയ്തിട്ട്, ഇത് വേവാൻ പാടില്ല, ഞാൻ ഓഫ് ചെയ്തു. ഞാൻ ഇത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂട്ടോ. കൂടെ തന്നെ ലേശം മഞ്ഞൾ, ഈ ചോറിനൊരു മഞ്ഞ നിറം വേണം. ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഞാൻ നല്ലോണം ഒന്നിങ്ങനെ ഇളക്കിയ ശേഷം എൻ്റെ ഉപ്പിടുക. ഉപ്പ് ഇതിൻ്റെ കൂടി ഇട്ടു. എന്നിട്ട് ഈ ചോറ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ചോറ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കൂടെ തന്നെ കുറച്ച് മല്ലിയില നല്ലോണം ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്യാം.
ഇപ്പം ഞാൻ തീയൊന്നും ഓൺ ചെയ്യാൻ പോകണം. എന്താ അറിയോ, മാങ്ങ വെന്തു പോകരുത്, അതുകൊണ്ടാണ് അത് ഓഫ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി ചൂടായിട്ട് വരണം. ഇതിൽ ഉപ്പ് മതിയൊന്നും ഞാൻ ഇളക്കി നോക്കട്ടെ. ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ എൻ്റെ മാംഗോ റൈസ് റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മാങ്ങയുള്ള സമയത്ത് നമ്മൾ പ്രത്യേകിച്ചിട്ട് ഈ തോത്താപ്പൂരി മാങ്ങയില്ലേ, അത് വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും. എന്താ വെച്ചാൽ ഒരുപാട് കട്ടപ്പുളിയുള്ളത് അത് വെച്ച് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ പുളി ഇഷ്ടമുണ്ടാവില്ല. ഇതിന് പാകത്തിൽ പുളിയുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇത് ശരിക്ക് കർണാടകയിൽ ഇതിനെ ചിത്ര അന്ന എന്നാണ് പറയുക. അവർ ഈ രാവിലെ നേരങ്ങളിൽ നമുക്ക് അമ്പലത്തിൽ പോയാലോ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇതാണ്. ചില ടെമ്പിളിലൊക്കെ പോയ അങ്ങനത്തെ പലവിധം റൈസ് കിട്ടും. കോക്കനട്ട് റൈസ്, ബിസിബെല്ലെ ബാത്ത്, വാങ്കി ബാത്ത്, അവർക്കെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ അവർ രാവിലെ നേരം ഇങ്ങനത്തെ കഴിക്കും. ഞാൻ അങ്ങനെ പഠിച്ചതാണ് അവരുടെ അടുത്ത് നിന്ന് ഈ ചിത്ര അന്ന കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാവാൻ കാരണം ഞാൻ മാങ്ങാപ്രിയം ആണ്. എനിക്ക് മാങ്ങയോട് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ മാംഗോ റൈസ് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. പൊട്ടറ്റോ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിനിയിപ്പോൾ അത് എൻ്റെ പ്ലേറ്റിൽ സെർവ് ചെയ്യുമ്പോൾ കാണിക്കാം. ഇത് പ്ലേറ്റിൽ സെർവ് ചെയ്തു. കൂടെ പപ്പടം, ഞാൻ പറഞ്ഞില്ലേ നല്ല എരിവിട്ടിട്ട് നല്ല പൊട്ടറ്റോ ഉപ്പേരി, മുളകിട്ട് ഉപ്പേരി പൊട്ടറ്റോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. ഞാൻ പക്ഷേ ഇന്ന് ക്യാബേജാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പൊട്ടറ്റോ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അത് കൂട്ടിയിട്ടാണ് കഴിക്കണേ. പിന്നെ തൈരും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. എല്ലാവരും ഫ്രണ്ട്സ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. ഇത് ഇപ്പോൾ മാങ്ങാക്കാലം കൂടി ആയതുകൊണ്ട് ഞാൻ പറയാൻ കേട്ടോ. അപ്പോൾ see you in the next video with a wonderful recipe. It's bye from Sudha Meno.